കാണുന്ന എൻ്റെ ഒരു അഗസ്തി ചെടിയാണ്. അതിൻ്റെ ചുവട് ഭാഗം കംപ്ലൈൻ്റ് ആയിട്ട് അതിങ്ങനെ ചരിഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വശങ്ങളിൽ നിന്നിട്ട് ഇതുപോലെ കുറേ സ്റ്റെമ്മുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെമ്മിലെല്ലാം ഞാൻ എന്തോ കെട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് എയർ ലെയറിംഗ് മെത്തേഡാണ്. ഈ ഒരു എയർ ലെയറിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് ഇതിന് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ അഗസ്തി ചെടിയുടെയും മറ്റും സ്റ്റെമ്മിൽ നമുക്ക് ഈ ഒരു അകലത്തിന് നമുക്കിതിൻ്റെ റൗണ്ട് ഇതിൻ്റെ തൊലി ഫുള്ളൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ് ഇത്രയും കൂടെ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിക്ക് നനച്ചിട്ട് വേണം കെട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 15-20 ദിവസം ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൽ റൂട്ടുകൾ വരും. അപ്പോൾ അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്തായിട്ട് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പുതിയ തൈയായിട്ട് നട്ടെടുക്കാവുന്നതാണ്. നമ്മുടെ അഗസ്തിയുടെ കുറേ കൊമ്പുകളിൽ ഞാൻ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എയർ ലെയറിങ് കണ്ടോ, ഭയങ്കര ഈസിയാണ്, അതുപോലെ നല്ല എഫക്റ്റീവായിട്ടുള്ള മെത്തേഡുമാണ്. പിന്നെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എയർ ലെയറിങ് ചെയ്യുന്ന പ്ലാന്റ്സ് അധികം ഹൈറ്റിൽ പോകാതെ തന്നെ വളരെ പെട്ടെന്ന് ഫ്ലവറിങ് ആവും എന്നുള്ളതാണ്. ഇതാ ഞാൻ എയർ ലെയറിങ് ചെയ്ത് വെച്ചിരുന്ന അഗസ്തി പ്ലാന്റ് ആണ്. നല്ല രീതിക്ക് നമ്മുടെ പ്ലാന്റിൽ ഫ്ലവറിങ് ആയിട്ടുണ്ട്. കണ്ടോ, ഒരു കൊമ്പിൽ നിറയെ മുട്ടുകളും വന്നിട്ടുണ്ട്. ഈ മെത്തേഡ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് പ്ലാന്റ്സിൻ്റെ തൈകൾ